അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൺ ക്ലാസ് 6ലെ 6th ലെസൺ ഹൂ ഐ ആം. അപ്പോൾ ഈ ലെസണിൽ നമ്മുടെ ഓതർ ഈ ലെസൺ നമ്മൾ പഠിപ്പിച്ചിരുന്നത് എല്ലാ എർത്തിലുള്ള ഹ്യൂമൻ ബീങ്സും ഡിഫറെൻ്റ് ആണ് അല്ലേ, ഡിഫറെൻ്റ് ആണ്. ആൻഡ് എവറിബഡി ഹാസ് that kind of different things or some kind of interesting things in them. അപ്പം നമ്മളൊരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു കഴിവുണ്ടാവും, ഒരു യുണീക്നെസ് ഉണ്ടാവും. ആ യുണീക്നെസ് അയാളെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കും. അപ്പോൾ ഇൻ ദിസ് ലെസൺ വി ലുക്ക് ആറ്റ് we are like and how each of us are different. We all are interesting persons in different way. We all good at different things as you read. ഇപ്പം എല്ലാവർക്കൊന്നും എല്ലാ കാര്യത്തിലും ഭയങ്കര ഗുഡ് ആവണമെന്നില്ല. ഇപ്പം ചിലവർക്ക് പഠിക്കാൻ നല്ല ഗുഡായിരിക്കും, ചിലവർക്ക് സ്പോർട്സിലായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ കഴിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചില കഴിവ് ചിലവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 6 കുട്ടികളുണ്ട്. ആ 6 കുട്ടികളുടെ കഴിവുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെനി വോയിസസ്, അതാണ് നമ്മൾ ഫസ്റ്റ് വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വായിക്കുന്നത് രാധ. മൈ ഫേവറേറ്റ് ആക്ടിവിറ്റി ഇസ് ക്ലൈംബിംഗ് ട്രീസ്. ജസ്റ്റ് ഔട്ട്സൈഡ് അവർ ഹൗസ് ദർ ഇസ് എ മാംഗോ ട്രീ which I love to go up. Its branches spread out, so it is simply to climb up the trees, and I can sit comfortably in a fork of 2 branches. My mother tells me it is not sensible for girls to climb trees. But one afternoon she climbed up too. Both of us sat there talking and eating raw mangoes. When I am up high in the tree, I feel like I can rule the whole world. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എടുത്തത് രാധയുടെ കേസാണ്. രാധക്ക് എന്താണ്, ട്രീസ് ക്ലൈംബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ എപ്പോഴും പറയും എന്താണ്, പെമ്പിള്ളേർ അങ്ങനെയൊന്നും മരമൊന്നും കയറി നടക്കില്ല, അത് നമുക്ക് പറ്റിയ പണിയൊന്നുമില്ല. ബട്ട് വൺ ഡേ എന്താണ്, നമ്മുടെ അമ്മയും കൂടെ രാധയുടെ കൂടെ ക്ലൈംബ് ചെയ്തു. മരത്തിൻ്റെ ബ്രാഞ്ചിലിരുന്ന് അവർ രണ്ടുപേരും പച്ച മാങ്ങ കഴിച്ച് എൻജോയ് ചെയ്തു. അപ്പോൾ രാധക്ക് when she sit on the top of the tree, what she feel like she is ruling the whole world. ആ മൊത്തം ലോകം അവളുടെ കയ്യിലാണെന്നൊരു തോന്നൽ. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തോട്ടായിരിക്കും. നമ്മൾ കുറച്ച് ഹൈറ്റ്സിലെത്തിയ ഓക്കെ, നമ്മൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് നമുക്ക് തോന്നും. അതാണ് രാധയുടെ കേസ്. നെക്സ്റ്റ് വൺ നസീർ. When I grew up, I wanted to become a seed collector. We have cotton fields in our village, and every year my father spent a lot of money on buying new seed to grow cotton plants. My grandfather told me that years ago he could collect the seeds from his own plants, which I could be sown to grow new plants during the next year. But today that doesn't work. We had to spend money to buy new seeds every single year. I wanted to find out why that is so. I wanted to learn how to preserve seeds so that we can use them again and no spend money every year. അപ്പം നസീറിൻ്റെ ആഗ്രഹം എന്താണെന്നൊരു സീഡ് കളക്ടർ ആവണം, സീഡ്സ് കളക്ട് ചെയ്യുന്നൊരു ആളാവണം എന്നാണ് ആഗ്രഹം. കാരണം എന്താണ്, എല്ലാ വർഷവും അവൻ്റെ ഫാദർ സീഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട്. അപ്പോൾ ബട്ട് അവൻ്റെ ഗ്രാൻഡ് ഫാദർ പറയും പണ്ട് കാലങ്ങളിലൊക്കെ സീഡ്സ് അവർ പ്ലാന്റ് ചെയ്ത് പറിച്ച് വെക്കും, അത് അടുത്ത കൊല്ലം ആ സീഡ്സ് തന്നെയാണ് സോ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയും. അപ്പോൾ അവനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, എങ്ങനെയായിരിക്കും സീഡ്സ് അങ്ങനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഹി വാണ്ടഡ് ടു ലേൺ അബൌട്ട് ദാറ്റ്. അതിനെപ്പറ്റി അവനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി അടുത്തത് നമ്മുടെ റോഹിത്. കേസ് നമ്പർ 3, റോഹിത്. If I had a huge amount of money, I would travel. I want to see the mountains of New Zealand because they look beautiful in a magazine picture. I wish I could sail down the Amazon River in South America on a raft. I went to live on the beaches of Lakshadweep and dive into the coral to see corals. I suppose I should go to the Konark in Orissa and the old city of Beijing in China and the pyramids of Egypt too. But but what I love enjoying is seeing nature more than the old buildings. അപ്പോൾ റോഹിത് ഏറ്റവും ഇഷ്ടം ട്രാവലിംഗ് ആണ്, കുറേ കാര്യങ്ങൾ കാണണം. ന്യൂസിലാൻഡ് മൗണ്ടെയിൻസ്, ആമസോൺ റിവറിൽ ഇങ്ങനെ സെയിൽ ചെയ്ത് നടക്കണം, അതുപോലെ തന്നെ കൊണാർക്ക് ടെമ്പിൾ, ലക്ഷദ്വീപിൽ പോയി ഡൈവ് ചെയ്യണം, അങ്ങനെ കുറേ ട്രാവലിംഗ് ഡ്രീംസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം
നേച്ചർ കാണാനാണ്. ഓൾഡ് ബിൽഡിങ്സ് കാണുന്നതിലും അവനിക്കിഷ്ടം നേച്ചർ കാണാനാണ്. ഇനി സർജിത്ത്. What makes me very angry is when people don't believe me when I am telling the truth. For example, if I tell my teacher I could not do the homework because Ravi borrowed my book and forgot to return it, or I tell my parents that wasn't me but my little brother who started the fight, or if I tell my teacher that I really did study for the test even I had got a bad mark, they all look me if they would think I am telling lies. The looks on their faces really angers me. Sometimes I have looked down my shoes and count the 10 so that I do not show and that I am angry. അപ്പൊ സർജിത്തിന് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവൻ പറയുന്നത് ആരും വിശ്വസിക്കില്ല. ഇപ്പൊ ഹോംവർക്ക് ചെയ്യാത്ത എന്താന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് എന്റെ ബുക്ക് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞാലും, ഫൈറ്റ് തുടങ്ങിയത് അനിയനാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ എന്ത് പറഞ്ഞാലും ഞാൻ നന്നായിട്ട് പഠിച്ചു ബട്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കൂല. അപ്പൊ അങ്ങനെ അപ്പൊ അവരുടെ മുഖത്തുള്ള ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ ഈവന് സർജിത്തിന് ഒരു ആംഗ്രി ഫീലിംഗ് ഉണ്ടാവും അവന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ താഴോട്ട് നോക്കി നിന്നിട്ട് കൗണ്ട് ചെയ്യും, 10 വരെ കൗണ്ട് ചെയ്യും. അപ്പൊ ആരും അവന്റെ ഒരു ദേഷ്യമൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. ഡോൾമ. When I grow up, I'm going to be the Prime Minister of India. People always laugh when I say that, but I'm sure I will do it. Everyone in my class asks me what to do when they have a problem, and my teacher always trusts me and something needed to be done in school. I wanted to make things better for everyone. I wanted to have a good hospitals, roads, and schools. I wanted to make sure that there are many good scientists in India to invent care for diseases and to send spaceships to Mars. But ഡോൾമയുടെ ആഗ്രഹം ഷി വാണ്ടഡ് ടു ബി എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എന്നിട്ട് ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡെവലപ്മെന്റ്സും സ്കൂൾസും ഹോസ്പിറ്റൽസും ഒക്കെ കുറച്ചുകൂടി കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ സയന്റിസ്റ്റിനെ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പല പല ഡിസീസുകൾക്കുള്ള മെഡിസിൻസ് അതുപോലെ തന്നെ സ്പേസ് മെഷീൻസ് ഒക്കെ നടത്തണം. Peter, my favorite day in my day is second Saturday of every month. On this day, our whole family always go to the cinema hall to see the film. My father gets the tickets in advance, all of us, and my grandmother and my parents and 2 brothers and I take the best there. In the interval, my father buys peanuts and I love to sit in the darkness of hall eating and watching the film. Afterwards, we always stop to eat the ice cream. Everyone in a good mood and we all feels very lucky that we were such a happy family. പീറ്ററിന്റെ തോട്ട് എപ്പോഴും പീറ്ററിന് ഇഷ്ടമുള്ള കാര്യം എന്താണ്? ലാസ്റ്റ് സെക്കൻഡ് സാറ്റർഡേ ആണ്, എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ. ആ ദിവസം അവരെല്ലാവരും ഒരു മൂവി കാണാൻ പോകും സിനിമ ഹാളിൽ. ഫാദർ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുക്കും. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ബസ്സിന് തിയേറ്ററിലോട്ട് പോകും. അവനിക്ക് അങ്ങനെ ആ ഇരുട്ടത്ത് ഇരുന്ന് പീനട്ടൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതിന് ശേഷം അവരെല്ലാവരും കൂടി ഒരു ഐസ്ക്രീം കഴിച്ച് ഈ ഓൾവേസ് ലവ് എന്താണ് എല്ലാവരും ആ ഗുഡ് മൂഡിൽ ഇരിക്കുന്നത് കാണാൻ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഹി ഓൾസോ ഫീൽസ് വെരി ലക്കി. അവനിക്ക് അങ്ങനെ ഒരു ഹാപ്പി ഫാമിലി കിട്ടിയതിൽ അവൻ ഭയങ്കര ലക്കി കൂടിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പാർട്ട് 2 ആണ് നോക്കുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം കഴിവുകൾ, ഡിഫറെന്റ് പേഴ്സൺസിന് ഡിഫറെന്റ് ഇന്റലിജൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വിഷ്വൽ ഇന്റലിജൻസ്. വിഷ്വൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ you like to think a picture, create mental images, to remember things, you enjoy looking at maps, charts, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷ്വൽ ഇന്റലിജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ എന്തിലൊക്കെ ഗുഡ് ആവും? വി വിൽ ബി ഗുഡ് അറ്റ് പസിൽ ബിൽഡിംഗ്, റീഡിങ്, റൈറ്റിംഗ്, അണ്ടർസ്റ്റാൻഡിങ് മാപ്സ്, ചാർട്ട്സ്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഗുഡ് ആവാൻ പറ്റും. യു ക്യാൻ ബിക്കം. ഈ ഒരു കഴിവുകൾ വിഷ്വൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നാവിഗേറ്റർ അല്ലെങ്കിൽ സ്കൾപ്ചർ ആർട്ടിസ്റ്റ്, ഇൻവെന്റർ, ആർക്കിടെക്റ്റ് ഒക്കെ നമുക്ക് ആവാൻ പറ്റും. ആൻഡ് ആൻ എഞ്ചിനീയർ ടു. ഇനി വെർബൽ ഇന്റലിജൻസ്. വെർബൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് വേർഡ് ആൻഡ് ലാംഗ്വേജ്. യു ക്യാൻ സ്പീക്ക് വെൽ ആൻഡ് തിങ്ക് ഇൻ വേർഡ്സ് റാദർ ദാൻ പിക്ചേഴ്സ്. പിക്ചേഴ്സിനേലും വേർഡ്സ് യൂസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ
നമ്മൾ വിഷ്വലി ഇന്റലിജന്റ് ആണ്. നമ്മൾ എന്തിലൊക്കെ ആയിരിക്കും ഗുഡ് അറ്റ് സ്പീക്കിംഗ്, റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ലിസണിങ്, എക്സ്പ്ലെയിനിങ്, ടീച്ചിങ്, ഇതിലൊക്കെ നമ്മൾ ഗുഡ് ആയിരിക്കും. വി ക്യാൻ ബിക്കം എ പോയറ്റ്, ജേർണലിസ്റ്റ്, റൈറ്റർ, ടീച്ചർ, പൊളിറ്റീഷ്യൻ, ട്രാൻസ്ലേറ്റർ. ഇനി മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ റീസൺസ്, ലോജിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ വേൾഡിൽ എന്താ നടക്കുന്നതെന്നുള്ള ക്യൂരിയോസിറ്റി ഉള്ളത്, അതുപോലെ തന്നെ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, എക്സ്പീരിമെന്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർ മാത്തമാറ്റിക്കൽ ഇന്റലിജന്റ് ആയിരിക്കും. ഗുഡ് അറ്റ് പ്രോബ്ലം സോൾവിങ്, problem puzzles, questioning, wondering natural events, doing mathematical calculations ഒക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. They love to do maths. Okay. ഇനി അവർക്ക് എന്തൊക്കെ ആവാം? സയന്റിസ്റ്റ്, എഞ്ചിനീയർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, റിസർച്ചർ, അക്കൗണ്ടന്റ്, മാത്തമാറ്റീഷ്യൻ ഒക്കെ അവർക്ക് ആകാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ളവർ നമ്മൾ മാത്തമാറ്റിക്കലി ഇന്റലിജന്റ് എന്ന് പറയും. ഇന്റലിജൻസ്, ബട്ട് ദർ ആർ മെനി അതർ ടു, കുറച്ച് ഇന്റലിജൻസും കൂടി ഉണ്ട്. ബോഡിയിലെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡീനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ വി ആർ ബോഡിയിലെ ഇന്റലിജന്റ്. ഡാൻസിങ്, കൊറിയോഗ്രാഫർ, കോർഡിനേഷൻ, സ്പോർട്സ് പേഴ്സൺ, അതുപോലെയുള്ള പൊസിഷൻസ് ഒക്കെ പറ്റും. ഡാൻസർ, അത്ലറ്റ്, ടീച്ചർ, ഫയർ ഫൈറ്റർ, ക്രാഫ്റ്റ് പേഴ്സൺ ഒക്കെ. മ്യൂസിക്കൽ ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ എൻജോയ്സ് ആൻഡ് പ്ലേസ് മ്യൂസിക്, സൗണ്ട്, റിതം ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടുന്നവരാണ് മ്യൂസിക്കൽ. യു ആർ ഗുഡ് അറ്റ് സിംഗിങ്, വിസ്ലിംഗ്, പ്ലേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, റെക്കഗ്നൈസിങ് ട്യൂൺസ്, റിമെമ്പറിങ് മെലഡീസ്, റിതം ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. യു ക്യാൻ ബിക്കം എ മ്യൂസീഷ്യൻ, ഡിസ്ക് ജോക്കി, സിംഗർ, കമ്പോസർ. ഇനി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ യു ട്രൈ ടു സീ തിങ്സ് ഫ്രം ദ പീപ്പിൾസ് പോയിന്റ് ഓഫ് വ്യൂ. മറ്റുള്ളവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് തിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. നമുക്ക് സീയിങ് തിങ്സ് ഫ്രം അതേഴ്സ്, ലിസണിങ്, അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ് മൂഡ്, ഫീലിംഗ്, സോൾവിങ് പ്രോബ്ലംസ് ഒക്കെ പറ്റും. നമുക്ക് എന്തൊക്കെ ആവാൻ പറ്റും? ഒരു കൗൺസിലർ, ഒരു സെയിൽ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ, ബിസിനസ് പേഴ്സൺ, ടീച്ചറൊക്കെ നമുക്ക് ആകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ലെസൺ ഇത്രയേ ഉള്ളൂ. ലെസൺ ഹൂ ഐ ആം ഇസ് ഓവർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ആൻഡ് താങ്ക് യു.